ഇന്നത്തെ ടോപ്പിക്ക് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി. റൊട്ടേറ്റിംഗ് ബോഡി എന്താന്ന് മനസ്സിലായി? റിജിഡ് ബോഡിയാണ് നമ്മൾ റൊട്ടേറ്റിംഗ് ബോഡി എന്ന് പറയാ. കൈനറ്റിക് എനർജി എന്താന്ന് നമുക്കറിയാം. അപ്പൊ സാധാരണ നമ്മള് ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. സാധാരണ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി അല്ല, വർക്ക് എനർജിയിൽ നമ്മൾ പഠിച്ചു. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി നമ്മൾ ഡെറിവേഷൻ ചെയ്തില്ലേ? ഇക്വേഷൻ നിങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയാം. K = എന്താ ഇക്വേഷൻ? ഹാഫ് mv². ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. എങ്ങനെയാ വരുന്നത് ഡിറൈവ് ചെയ്തായിരുന്നു ഇക്വേഷൻ. അതായത് ലീനിയർ മൂവ്മെന്റ് ഉള്ള ഒരു ബോഡി, സാധാരണ ഒരു ബോഡിക്ക് കൈനറ്റിക് എനർജി എങ്ങനെയാ വരിക അത് നമ്മൾ ഡിറൈവ് ചെയ്തു. ബോഡി മൂവിങ് വിത്ത് പെർട്ടിക്കുലർ വെലോസിറ്റി, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു, വർക്ക് ഡൺ. അതുവഴി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുക എന്ന് പറഞ്ഞു? കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ആവുക എന്ന് പറഞ്ഞു. അതായത് സാധാരണ ഒരു ബോഡിക്ക് മൂവ് ചെയ്യുന്ന ബോഡിക്ക് എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പൊ സാധാരണ മൂവ് ചെയ്യുന്ന ബോഡി. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്താ? കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. റൊട്ടേറ്റിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? റിജിഡ് ബോഡിയുടെ റൊട്ടേഷൻ ആണ്. നമ്മളിപ്പോ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര് എന്താ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പൊ സാധാരണ മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് കൈനറ്റിക് എനർജി ആണ് നമ്മൾ എന്ത് പഠിച്ചേ? ബാക്കിലേക്ക് ഓക്കെ. അപ്പൊ സാധാരണ ലീനിയർ മൂവ്മെന്റ് ഉള്ള ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി ആണ് K = ½ mv². ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? സാധാരണ മൂവ് ചെയ്യുന്ന ബോഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നു. ആ ബോഡിയുടെ കൈനറ്റിക് എനർജി ആണ് K = ½ mv². ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി. റൊട്ടേറ്റിംഗ് ആണ് ബോഡി. റൊട്ടേറ്റിംഗ് ആണെങ്കിൽ ആ ബോഡിയുടെ കൈനറ്റിക് എനർജി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യാം. കൺസിഡർ എ റിജിഡ് ബോഡി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു, ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യണമെങ്കിൽ ആ റിജിഡ് ബോഡിക്ക് എന്തുണ്ടാവും? ഒരു ആക്സിസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ടോ? സെന്റർ ഓഫ് മാസ് എന്താണെന്ന് നമ്മൾ പഠിച്ചേ? വോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. പെന്നിന്റെ എക്സാമ്പിൾ കാണിച്ചു തന്നില്ലേ? അതുപോലെ തന്നെ ഈ റിജിഡ് ബോഡിക്ക് എന്തുണ്ടാവും? ഒരു ആക്സിസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ റിജിഡ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? എന്തുകൊണ്ടാണ് ഈ റിജിഡ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്? കുറെ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഈ റിജിഡ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എല്ലാത്തിന്റെ മാസ്, ഇതിന്റെ മാസ് m1, ഇതിന്റെ മാസ് m2, അങ്ങനെ കുറെ പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? റിജിഡ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് വേണ്ട. കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ കൈനറ്റിക് എനർജി 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുക. കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. അപ്പൊ ഈ പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിലായിരിക്കും, റൊട്ടേറ്റ് ചെയ്യുവാണല്ലോ. അപ്പൊ ഈ പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ടാവും? മൂവിംഗ് ബോഡിക്ക് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? വെലോസിറ്റി അല്ലെ? വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ ഈ ബോഡിക്ക് കൈനറ്റിക് എനർജി ഉണ്ടെന്ന് പറയണമെങ്കിൽ ബോഡി മൂവിങ് ആ. ബോഡി എന്തോ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴാണ് ഇതിന് കൈനറ്റിക് എനർജി ഉണ്ടാവുക. K = ½ mv². സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ സർക്കുലർ. റൊട്ടേറ്റിംഗ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം റൊട്ടേറ്റിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ. വാട്ട് ഈസ് റൊട്ടേറ്റിംഗ് മോഷൻ? റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ബോഡിയുടെ പാർട്ടിക്കിൾസ് എല്ലാം എന്ത് മോഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക? സർക്കുലർ മോഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ലേറ്ററി മോഷൻ പഠിച്ചു, റോളിംഗ് മോഷൻ പഠിച്ചു. റോളിംഗ് മോഷൻ എന്താന്ന് ഓർമ്മയുണ്ടോ? റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റൊട്ടേറ്ററി മോഷൻ ആൻഡ് ട്രാൻസ്ലേറ്ററി മോഷൻ. റോളിംഗ് മോഷൻ ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഇതൊന്ന് ജസ്റ്റ് ആ മോഷൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്നേ ഉള്ളൂ. 3 ടൈപ്പ് മോഷൻ ആണ് റിജിഡ് ബോഡിക്ക് ഉള്ളത്. ഏതൊക്കെ മോഷനാണ് ഉള്ളത്? റൊട്ടേറ്ററി മോഷൻ, ട്രാൻസ്ലേറ്ററി മോഷൻ, റോളിംഗ് മോഷൻ. കിട്ടിയ? റൊട്ടേറ്ററി മോഷൻ, ട്രാൻസ്ലേറ്ററി മോഷൻ ആൻഡ് റോളിംഗ് മോഷൻ. റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിജിഡ് ബോഡി എന്താണെന്ന് അറിയാലോ. റിജിഡ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് റിജിഡ് ബോഡി ഉണ്ടായിരിക്കുന്നത്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ ചെറിയൊരു ഫോഴ്സ്, ഇപ്പൊ ഇതൊരു റിജിഡ് ബോഡി ആണെന്ന് വിചാരിക്കും. ഇതിലെ പാർട്ടിക്കിൾസ് എല്ലാം ഫിക്സ്ഡ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താ? ഫിക്സ്ഡ് ആണ്, മാറത്തില്ല. ഞാനൊരു ചെറിയ ഫോഴ്സ് ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും സംഭവിക്കുമോ? പാർട്ടിക്കിൾസ് മാറുമോ? അപ്പൊ ചെറിയ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അതിന്റെ ഷേപ്പിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള റിജിഡ് ബോഡി ഫോളോ ചെയ്യുന്ന 3 ടൈപ്പ് മോഷൻ ആണ് ഉള്ളത്. റൊട്ടേറ്ററി, ട്രാൻസ്ലേറ്ററി ആൻഡ് റോളിംഗ് മോഷൻ. അപ്പൊ റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കുക? ആ ബോഡിയുടെ പാർട്ടിക്കിൾസ് എല്ലാം എന്തായിരിക്കും? സർക്കുലർ മോഷനിലായിരിക്കും. ഇപ്പൊ ഫാൻ കറങ്ങുവാന്ന് വിചാരിക്കുക, അതിൻ്റെ ഉള്ള പാർട്ടിക്കിൾസ് എല്ലാം എന്ത് മോഷനിലായിരിക്കും? സർക്കുലർ മോഷനിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ സർക്കുലർ റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ എന്താ ആലോചിച്ചാൽ മതി? ഓൾ ദ പാർട്ടിക്കിൾസ് ആർ ഇൻ സർക്കുലേറ്ററി മോഷൻ, സർക്കുലർ മോഷനിലായിരിക്കും. ഇനി ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സർഫസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാനൊരു ബ്ലോക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയായിരിക്കും പോവുക? ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുക. സ്ലൈഡിങ് മോഷൻ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ലേറ്ററി മോഷൻ. ഇനി ഈ സെയിം സ്ഥലത്ത് തന്നെ ഞാൻ ഈ ബ്ലോക്കിന് വരെ ഒരു ബോൾ ആണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം.
അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ബോൾ എന്ന് പറയുമ്പോൾ ബോൾ സ്ലൈഡും ചെയ്യും, പ്ലസ് ബോളിന്റെ പാർട്ടിക്കിൾസ് എല്ലാം എന്തായിരിക്കും? ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞല്ലേ പോകത്തുള്ളൂ. അപ്പൊ സർക്കുലാർ മോഷനും വരും, ഇവിടെ എന്ത് വരും? ട്രാൻസ്ലേറ്ററി മോഷൻ വരും. ബോൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക? താഴേക്ക് സ്ലോപ്പ് ആയിട്ട് പോവുക. അപ്പൊ ഇവിടെ എന്ത് വരും? സ്ലൈഡിങ് മോഷനും വരും, പ്ലസ് എന്തും വരും? റൊട്ടേറ്ററി മോഷനും വരും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റോളിംഗ് മോഷൻ എന്ന് പറയും. അപ്പൊ ഇതാണ് പാർട്ടിക്കിൾസിന്റെ മോഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ടത് ഈ ബോഡി എന്താ? ബോഡി റൊട്ടേറ്റിംഗ് ആണെന്നാ പറയുന്നത്. റൊട്ടേറ്റിംഗ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം എന്തായിരിക്കും? സർക്കുലാർ മോഷനിലായിരിക്കും. അപ്പോ സർക്കുലാർ മോഷനിലുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റിക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ലീനിയർ വെലോസിറ്റിനെയും അതുപോലെ ആംഗുലർ വെലോസിറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. അത് ആർക്ക് പറയാൻ പറ്റും? കൈനറ്റിക് എനർജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജിയുടെ ജനറൽ ഇക്വേഷൻ Ke = ½ mv². ഇനി അപ്പോ ഇവിടത്തെ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ സർക്കുലർ, ഇത്ര ആലോചിച്ചാൽ മതി. സർക്കുലാർ മോഷൻ ആണ്. റിജിഡ് ബോഡിയുടെ പാർട്ടിക്കിൾസ് എല്ലാം എന്ത് മോഷനാ? സർക്കുലാർ മോഷൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണെന്ന് തോന്നുന്നു, ലോസ് ഓഫ് മോഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർക്കുലാർ മോഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് സർക്കുലാർ മോഷൻ? എന്താ സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം സർക്കുലാർ മോഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. യൂണിഫോം സർക്കുലാർ മോഷൻ എന്താണെന്നാ പഠിച്ചേ? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. ഓക്കെ, വെലോസിറ്റി എങ്ങനെയായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ബട്ട് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്ത് ചെയ്തോണ്ടിരിക്കും? ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഓരോ പോയിന്റ് എത്തുമ്പോഴും വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്തോണ്ടിരിക്കും? ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ചേഞ്ച് ഇൻ വെലോസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ വരും. ആ ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേര് എന്തായിരുന്നു? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലാണെങ്കിൽ അതിന് ഫ്രീക്വൻസി ഉണ്ടാകും, ആംഗുലർ വെലോസിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഡെറിവേഷൻ നമ്മൾ ചെയ്തായിരുന്നു, ചെറിയൊരു ഡെറിവേഷൻ, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ അത് എഴുതിയായിരുന്നു. ഇക്വേഷൻസ് പഠിച്ചെഴുതിയില്ലേ? അപ്പൊ നമ്മൾ എഴുതി, ഇപ്പൊ ബോഡി സർക്കുലർ മോഷനിലാണെങ്കിൽ ആ ബോഡിക്കുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി അല്ല, ലീനിയർ വെലോസിറ്റിയും വരും, ആംഗുലർ വെലോസിറ്റിയും വരും അവിടെ. ഓക്കെ, അപ്പൊ അതിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആർക്ക് പറയാൻ പറ്റും? V = സ്ക്വയർ ഇല്ല, V = r⍵. അതാണ് നമ്മുടെ റിലേഷൻ. ഓർമ്മയുണ്ടായത്? റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. V = r⍵. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കൈനറ്റിക് എനർജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ വ്യത്യാസം എന്താ? സാധാരണ മോഷനിലാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട്, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആംഗുലർ വെലോസിറ്റി. പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലായതുകൊണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. സോ കൈനറ്റിക് എനർജി Ke = ½ m. വിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? r² ω². ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല എന്നൊന്നും ഉറപ്പിക്കല്ലേ, ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇവിടെ എന്തെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്തെങ്കിലും ഇവിടെ ഒരു ടേമിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വലിയ ഡെറിവേഷൻ ഒന്നും അല്ല ഇത്, ആകെ ഇത്ര സ്റ്റെപ്പ് ഉള്ളൂ. I എന്താ? I = ഇക്വേഷൻ എന്താ? I is equal to mr² അല്ലെ? mr² നമുക്ക് അപ്പൊ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓർമ്മയുണ്ട്? I is equal to mr². കഴിഞ്ഞ ക്ലാസ്സിൽ ഫുൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, സ്പ്രിങ് കണ്ടുപിടിച്ചു, ഡിസ്ക് ഒക്കെ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ I is equal to എന്താ? mr². അപ്പൊ I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? കൈനറ്റിക് എനർജി Ke = summation of mr². സമ്മേഷൻ എടുക്കാൻ കാര്യം എന്താ? ചേഞ്ച് ആവുന്ന ഇവിടെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, ഒരൊറ്റ പാർട്ടിക്കിൾ അല്ല, കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഹാഫ് ഇന്റഗ്രേഷൻ ചെയ്തൊന്നും കാണിക്കണമെന്നില്ല, സ്റ്റെപ്പ് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് കട്ട് ചെയ്യാം. ജസ്റ്റ് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി ½ Iω². സിമ്പിൾ അല്ലേ? എന്താണ് ആകെ ചെയ്തേക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. അപ്പൊ തന്നെ ആലോചിക്കുക, ബോഡി എന്താ? റൊട്ടേറ്റിംഗ് ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഏത് മോഷനാണ് വരുന്നത്? സർക്കുലർ മോഷൻ ആണ് വരുന്നത്. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താവും? ആംഗുലർ വെലോസിറ്റി ആവും. ഈ ഒരു ഇക്വേഷൻ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ജനറൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ Ke = ½ mv². അതിൽ നമ്മൾ എന്തുകൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? റിലേഷൻ ബിറ്റ്വീൻ V എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ വെലോസിറ്റി. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലർ വെലോസിറ്റി. അപ്പൊ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി നമ്മൾ എവിടെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ കിട്ടി. Ke = ½ Iω². വേഗം എഴുതിക്കും. Considered a rigid body. Considered a rigid body. Considered a rigid body. Considered a rigid body of particle of mass m. Of particle of mass m. Of particle of mass m, which is at a distance, which is at a distance
which is at a distance r from the axis of rotation, which is at a distance r from the axis of rotation, which is at a distance r from the axis of rotation. പിന്നെ ഇത് അങ്ങോട്ട് എഴുതിക്കോ, ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചോളണേ. ഐ ഞാൻ എഴുതിയത് തെറ്റിപ്പോയത്, ഐ ഒമേഗ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. അവിടെ എഴുതിയത് മാറിപ്പോയത്. എന്താണ് അവിടെ ഇരുന്നോട്ടെ, നീ എഴുതിക്കോ, അവിടെ ഇരുന്നോ. അതല്ല സൗണ്ട് കേട്ടോ. നേരത്തെ അല്ല, ഇന്ന് 5:30 വരെ ഉള്ളൂ. അതല്ല, ഞാൻ 4:40 സ്റ്റാർട്ട് ചെയ്തതാ. സന്തോഷം പറയും, മെസ്സേജ് പറയും. ഓക്കെ, അടുത്തത് ആംഗുലർ. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എന്ത് കണ്ടുപിടിച്ച്? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനി അടുത്തത് ആംഗുലർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. അടുത്തത് ആംഗുലർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. അതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. കൈനറ്റിക് എനർജി കണ്ടുപിടിച്ച്, സിമിലർലി ആംഗുലർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. മൊമെന്റം ഓക്കെ, ആംഗുലർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. അപ്പൊ നമ്മൾ ആംഗുലർ മൊമെന്റം എന്താണെന്ന് അറിയാലോ, മൊമെന്റ് ഓഫ് മൊമെന്റം. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാ. മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞ് പഠിച്ചത്. നമ്മൾ ടോർക്ക് എന്താന്നാ പഠിച്ചേ? ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഭാഗ്യം അതറിയാം, ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. അതിന്റെ ഇക്വേഷൻ എന്താ? ടോർക്കിന്റെ ഇക്വേഷൻ പഠിച്ചത് എന്താ? ഓർമ്മയുണ്ട? ടോ ഈക്വൽ ടു RF sin θ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയാ? ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് അല്ലെ, മൊമെന്റ് ഓഫ് ഡിസ്റ്റൻസ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താന്ന് ഓർമ്മയുണ്ട? ആംഗുലർ മൊമെന്റം, മൊമെന്റ് ഓഫ് മൊമെന്റം എന്നാ പഠിച്ചത്. L ആണ് ആംഗുലർ മൊമെന്റം. L is equal to, ഇക്വേഷൻ എന്താന്ന് ഓർമ്മയുണ്ട? L is equal to
ആർ ഒമേഗ സ്ക്വയർ ഒന്നും അല്ല. ആലോചിച്ച് നോക്ക്. മൊമെന്റ് ഓഫ് മൊമെന്റം dl/dt ഒക്കെ ഓക്കെ, പക്ഷെ ഇക്വേഷൻ പഠിക്കാം. നമ്മൾ ടോർക്കിന് ഒരു ഇക്വേഷൻ ആലോചിച്ച് ആരാ പറയണം നോക്കട്ടെ. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ആർ എഫ് എന്ന് പഠിച്ചതുപോലെ തന്നെ എൽ ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് മൊമെന്റം. ആ വേർഡിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് ഇക്വേഷൻ പറയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ എന്താ? എം വി അല്ല, മൊമെന്റ് ഓഫ് മൊമെന്റം. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൊമെന്റ് ഓഫ് ഫോഴ്സ് ആയിരുന്നു. ആർ ക്രോസ് പി. ഓക്കെ, അപ്പൊ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ആർ പി ആണ് എന്തെന്ന് പറഞ്ഞാൽ ആർ എം ബി എന്ന് പറഞ്ഞായിരുന്നോ? അല്ല, ആർ എം ബി കറക്റ്റാ, ഞാൻ കേൾക്കാനട്ടാ. ശരിയാ. ഓക്കെ, എൽ ഇസ് ഈക്വൽ ടു ആർ പി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എം വി. ഇനി അടുത്തത്, ഇപ്പൊ നമ്മള് വീക്ക്. അപ്പൊ ആലോചിച്ച് നോക്കുക, റൊട്ടേറ്റിംഗ് ബോഡിയാണ്. ആംഗുലർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എന്ന് പറയുമ്പോ ഇവിടെ സിമ്പിൾ ആ, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. റൊട്ടേറ്റിംഗ് ബോഡി എന്ന് പറയുമ്പോൾ വി എന്തായിരിക്കും ഇക്വേഷൻ വരിക? വി ഈക്വൽ ടു ഇപ്പൊ പഠിച്ചതേ ഉള്ളു. വെലോസിറ്റി എന്തായിരിക്കും? റൊട്ടേറ്റ് ചെയ്യാതെ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. സോ എൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എം ഇൻറ്റു ആർ ഒമേഗ. എൽ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എം ഇൻറ്റു ഒമേഗ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്ത് കൊടുക്കാം? എൽ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആക്കി ഒമേഗനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി സം ഓഫ് മൊമെന്റ് എം ഇൻറ്റു ആർ സ്ക്വയർ. ദാറ്റ് ഇസ് എൽ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഐ. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. മറന്നു പോരുത്, ആംഗുലർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി എന്താ? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. പറഞ്ഞതാ, ഒരു സ്റ്റെപ്പ് അല്ലേ പറഞ്ഞു. ഡെറിവേഷൻ എത്തണ്ടേ? വെറുതെ എങ്ങനെ ജസ്റ്റ് കിട്ടിയെന്ന് വെറുതെ അറിഞ്ഞാ മതിയാ, കിട്ടണ്ടേ? ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ആംഗുലർ മൊമെന്റം ഐ ഒമേഗ. ഇത് കഴിയുമ്പോ ഞാൻ എഴുതിക്കോട്ടെ. കഴിഞ്ഞ ക്ലാസ്സില് ചാപ്റ്റർ ഇപ്പൊ തീരും, അത് കഴിയുമ്പോ ഞാൻ എഴുതിക്കും. ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, ഇത് റിലേഷൻ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ. ഇത് ഡെറിവേഷൻ ആയിട്ടൊന്നും ചോദിക്കാൻ പോണില്ല. ആ റിലേഷൻ, അതായത് ഒരു റിലേഷൻ ആയിട്ട് പറയാൻ വേണ്ടി ഒന്നും ഇല്ലല്ലോ. ഇത് വെറുതെ എന്താ ചെയ്തേക്കുന്നത്? ഈ ഇക്വേഷനിലേക്ക് പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത്, പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോ എന്തായി? എം ബി. വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ആർ ഒമേഗ. വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് പറയാം. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒറ്റ സ്റ്റെപ്പിൽ പറയാനാണെങ്കിൽ ഇത്രേ ഉള്ളൂ. എൽ ഇസ് ഈക്വൽ ടു ആർ പി ആണ്. മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം വി ആണ്. വിക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? ആർ ഒമേഗ കൊടുക്കും. അപ്പൊ ആർ സ്ക്വയർ എന്ത് വരും? എം ഒമേഗ. അവിടെ നിന്ന് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം ഐ ഒമേഗ. എന്താണ് പറഞ്ഞോ എന്താ? സമ്മേഷൻ മൊമെന്റ്, സം ഓഫ് മൊമെന്റ്സ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഓരോ പാർട്ടിക്കിളും ഇല്ലേ? ഐയുടെ ഇന്റഗ്രേറ്റ് ചെയ്യണ്ട, സം എടുക്കുന്നു എന്ന് കാണിച്ചേക്കുന്നേ ഉള്ളു. ഇന്റഗ്രേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ വേരിയബിൾ ഫോഴ്സിന്റെ കേസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ പോയിന്റിലും ഫോഴ്സിന്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണേ. ഓക്കെ, ഇപ്പൊ ഇതിനായിട്ട് കണക്ട് ചെയ്യണം. അതിനൊക്കെ ഇന്റഗ്രേഷൻ മനസ്സിലാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ കണ്ട, വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് പോയിന്റ് ഡിസ്റ്റൻസ് എക്സ് ഈക്വൽ ടു 1, അതിൽ വേറൊരു വാല്യൂ ഫോഴ്സിന്, എക്സ് ഈക്വൽ ടു 2 വേറൊരു വാല്യൂ, എക്സ് ഈക്വൽ ടു 3. സൗണ്ട് ഉണ്ടാകല്ലേ? അപ്പൊ ഓരോ പോയിന്റിലും ഫോഴ്സിന്റെ വാല്യൂ എന്ത് ചെയ്തോണ്ടിരിക്കുക? വേരി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ വർക്ക് ഡൺ കാണണം. എനിക്കിപ്പോ എക്സ് ഈക്വൽ ടു 1 പോയിന്റ് 1 വർക്ക് ഡൺ കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടത്തെ വർക്ക് ഡൺ കാണണമെങ്കിൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ് ഈക്വൽ ടു 1 കാണണം, എക്സ് ഈക്വൽ ടു 2 കാണണം. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓരോന്നും കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക? എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എല്ലാം കൂടെ സമ്മേഷൻ എടുക്കണം. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എവിടെ തൊട്ട് എവിടെ വരെ. എക്സിന്റെ വാല്യൂ സ്റ്റാർട്ടിങ് 0 ആണെങ്കിൽ 0 തൊട്ട് ഇപ്പൊ 10 വരെ ഉണ്ടെങ്കിൽ 0 to 10 ചെയ്യാം. അപ്പൊ ആ ഒരൊറ്റ പ്രോസസ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ലെങ്തി പ്രോസസ്, ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് അതിന്റെ എല്ലാത്തിന്റെ വർക്ക് ഡൺ കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്. അതിന്
കഴിഞ്ഞിട്ട് വേണം എനിക്ക് അത് എഴുതിയും കൂടെ ചാപ്റ്റർ എനിക്ക് എഴുതിക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇനി അടുത്ത ടോർക്ക് ആക്ടിങ് ഓണേ ആകെ കുറച്ച് ടൈം ഉള്ളു, എനിക്ക് എടുത്ത് തീർക്കണേ ചാപ്റ്റർ. 1 മണിക്കൂർ തന്നെ നിന്നെ നേരത്തെ വിടുന്നുണ്ടെന്ന്. ഞാൻ ഈ ചാപ്റ്റർ കഴിഞ്ഞ് എഴുതി കാണിച്ചാ വിടും, അല്ലെങ്കിൽ 5:30 കഴിഞ്ഞിട്ട് വിടുന്നു. ശ്രദ്ധിക്കേ നെക്സ്റ്റ് വൺ. അറിയാം വിടാം, കറക്റ്റ് വിടാം. ശ്രദ്ധിച്ചിരുന്ന കറക്റ്റ് 5:30 വിടും, അല്ലെങ്കിൽ ഞാൻ പോർഷൻ തീർക്കണം കേട്ടോ, എനിക്ക് അതാ പറഞ്ഞത്. ടോർക്ക് ആക്ടിങ് ഓൺ എ റിജിഡ് ബോഡി. ഇനി അപ്പൊ നമ്മളൊരു റിജിഡ് ബോഡിയിലേക്ക് ഒരു ടോർക്ക് കൊടുക്കാന്ന് വിചാരിക്കാം. മതി, പറ്റുന്നില്ലല്ലോ. അപ്പൊ ടോർക്ക് ആക്ടിങ് ഓൺ എ റിജിഡ് ബോഡി. ഇനി അപ്പൊ ഒരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് വിചാരിക്കാം. അതിലേക്ക് നമ്മൾ ടോർക്ക് ആക്ട് ചെയ്യും. എന്നെ പോസ് ചെയ്ത് വെച്ചിട്ട് വേണോ അവര് ചോദിക്കാൻ? ഞാൻ ഇത് തീർക്കട്ടെ. അപ്പൊ ടോർക്ക് ആക്ടിങ് ഓൺ എ റിജിഡ് ബോഡി. അപ്പൊ നമ്മൾ ഒരു റിജിഡ് ബോഡിയിലേക്ക് ടോർക്ക് കൊടുക്കാന്ന് വിചാരിക്കാം. റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള റിജിഡ് ബോഡിയിലേക്ക് ടോർക്ക് അല്ലെ ഫോഴ്സ് കൊടുക്കാന്ന് വിചാരിക്കാം. ഫോഴ്സ് തന്നെയാണല്ലോ, റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടോർക്ക് എന്ന് പറയാം. അപ്പൊ റിജിഡ് ബോഡിയിലേക്ക് ഞാൻ പെട്ടെന്ന് ഒരു ടോർക്ക് കൊടുത്തു. ടോർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ അതിന് എന്ത് ചേഞ്ച് ആയിട്ടുണ്ടാവും? എന്ത് ചേഞ്ച് ആയിട്ടുണ്ടാവും? അതായത് ബോഡി റൊട്ടേറ്റിംഗ് അല്ലേ. റൊട്ടേറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് വെലോസിറ്റി ഉണ്ട് അല്ലെ, വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ നോക്കുക, ഒരു ബോഡി മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ഇനീഷ്യൽ വെലോസിറ്റി യുയില്, ആ കൺസെപ്റ്റ് അല്ല ഇത് വേറെ പറയുന്നത്. ഒരു ബോഡി ഇനീഷ്യൽ വെലോസിറ്റി യുയില് മൂവ് ചെയ്ത് പോവാന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക? പൊസിഷൻ മാറും. പൊസിഷൻ മാറും എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? വെലോസിറ്റി ചേഞ്ച് ആവും അല്ലെ, വെലോസിറ്റി ചേഞ്ച് ആവും. സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ പറയുന്നുള്ളൂ. ഇവിടെ ബോഡി എന്താണെന്ന് മാത്രമേ ഉള്ളൂ, റൊട്ടേറ്റിംഗ് ആണ്. റൊട്ടേറ്റിംഗ് ബോഡിയിലേക്ക് ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്, ദാറ്റ് ഈസ് ടോർക്ക്. ടോർക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ചേഞ്ച് ആവും? അപ്പൊ വെലോസിറ്റി. എന്ത് വെലോസിറ്റി അവിടെ ചേഞ്ച് ആവാൻ പോകുന്നത്? ആംഗുലർ വെലോസിറ്റി. സർക്കുലർ മോഷനിലായിരിക്കുന്ന ഒബ്ജക്റ്റ് പ്രോസസ് ചെയ്യുന്ന വെലോസിറ്റി ഏതാ? ആംഗുലർ വെലോസിറ്റി. അപ്പൊ സാധാരണ കേസിൽ വെലോസിറ്റി ചേഞ്ച് ആവുമെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. അവിടെ എന്താ അപ്ലൈ ചെയ്തത്? റൊട്ടേറ്റിംഗ് ബോഡി ആയതുകൊണ്ട് ടോർക്ക് അപ്ലൈ ചെയ്ത്. അപ്പൊ ടോർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് ചേഞ്ച് ആയി? ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ആയി. ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ആവും? ആംഗുലർ മൊമെന്റം ചേഞ്ച് ആകും. അവിടെ മൊമെന്റം അല്ലേ വരത്തുള്ളൂ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ R is equal to എന്താ പറയാ, L is equal to RP. മൊമെന്റം P equal to mv. അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വെലോസിറ്റി, മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? L is equal to RP. അവിടെ നിന്ന് നമുക്ക് എന്താ എഴുതാം? R into mv. വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്, വിക്ക് നമ്മൾ R ഒമേഗ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. അപ്പൊ V ചേഞ്ച് ആവുമെങ്കിൽ അവിടെ ആര് ചേഞ്ച് ആയി? ആംഗുലർ മൊമെന്റം ചേഞ്ച് ആവത്തില്ലേ? അപ്പൊ ടോർക്ക്, അതായത് റൊട്ടേറ്റിംഗ് ബോഡിയിലേക്ക് നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് എന്താ ചേഞ്ച് ആവുക? ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ആവും. ആംഗുലർ വെലോസിറ്റിക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ആയി? ആംഗുലർ മൊമെന്റം ചേഞ്ച് ആയി. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം dl/dt. ആംഗുലർ മൊമെന്റത്തിന് ചേഞ്ച് വന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചേക്കുന്നത്? ടോർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈക്വൽ ടു ടോർക്ക്. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോ. ടോർക്ക് ആക്ടിങ് ഓൺ എ റിജിഡ് ബോഡി. അതിലേക്കാ വരുത്തുന്നത്, ആംഗുലർ ആക്സിലറേഷനിലേക്കാ എത്തുന്നത്. സെൻട്രിപിറ്റൽ അല്ല, ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ ആയിരിക്കും വരെ. അതാ ആംഗുലർ ആക്സിലറേഷൻ അല്ല, ഈ റൊട്ടേറ്റിംഗ് ബോഡിക്ക് പ്രോസസ് ചെയ്യുന്ന ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ വിച്ച് ഇസ് ആക്ടിങ് ടുവേർഡ്സ് സെന്റർ, സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്നതാ. ഓക്കെ, അപ്പൊ എന്തിലേക്കാ പറഞ്ഞു വന്നത്? ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആംഗുലർ മൊമെന്റം ചേഞ്ച് ആയി എന്ന് പറഞ്ഞു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റത്തിനാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്യുന്നത്? ടോർക്ക് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. d/dt ഓഫ് L. Lന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? RP ആണോ? റൊട്ടേറ്റിംഗ് ബോഡിക്കല്ല, ആംഗുലർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. IW അല്ല, I കറക്റ്റ്. അഭിമല് പറയണെല്ലാം കറക്റ്റ്, പക്ഷെ വേറെ എന്തോ പറയുന്നേ ഉള്ളു. I omega equal to ടോ.
ഓക്കെ. ഇനി ഐ കോൺസ്റ്റന്റ് ആക്കി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഡി ഒമേഗ ബൈ ഡി ടി, ഇതും നമ്മൾ പഠിച്ചതാ. ഡി ഒമേഗ ബൈ ഡി ടി എന്താന്ന് പഠിച്ചതാ. ഡി ഒമേഗ ബൈ ഡി ടി റേറ്റ് ഓഫ് എന്താ ആക്സിലറേഷൻ ആൽഫ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. ഇതൊക്കെ അറിയില്ലെങ്കിൽ എഴുതി വെച്ചോട്ടാ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലർ വെലോസിറ്റി. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലർ ആക്സിലറേഷൻ. ആംഗുലർ ആക്സിലറേഷൻ എന്താ, ആൽഫ. അപ്പൊ ഐ ആൽഫ ഈക്വൽ ടു ടോർക്ക്. ഇതാണ് എന്തിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, ടോർക്കിനെയും ആംഗുലർ ആക്സിലറേഷനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഒന്നുകൂടെ ഞാൻ പറയാൻ ശ്രദ്ധിച്ചോ, എന്നിട്ട് എഴുതിയാൽ മതി. അല്ല ഞാൻ പറഞ്ഞിട്ട് ഒന്നുകൂടെ എഴുതിക്കോ, അപ്പൊ പഠിച്ചെഴുതാല്ല. ശ്രദ്ധിക്ക്, നിർത്തത്തില്ല 5:30ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നേ, ഒരു ബോഡിയിലേക്ക്, ഒരു റൊട്ടേറ്റിംഗ് ബോഡിയിലേക്ക് ടോർക്ക് കൊടുത്തു. ടോർക്ക് കൊടുത്തതിനപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല, അതിന്റെ രീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞേ. ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി ചേഞ്ച് ആയി. സിമിലർലി റൊട്ടേറ്റിംഗ് ബോഡിയിലേക്ക് ടോർക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചേഞ്ച് ആവും, ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ആവും. ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ആവും, ആംഗുലർ മൊമെന്റം ചേഞ്ച്. അതെന്താ അങ്ങനെ വന്നതെന്ന് മനസ്സിലായ? ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആംഗുലർ മൊമെന്റം ചേഞ്ച് ആവും. മൊമെന്റത്തിന്റെ ഇക്വേഷൻ L is equal to RP ആണ്. P എന്ന് പറഞ്ഞാൽ എന്താ, mv അല്ലേ. അപ്പൊ v എന്ന് പറഞ്ഞാൽ എന്താ, r ഒമേഗ. അപ്പൊ r ഒമേഗ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആരും ചേഞ്ച് ആവും, ആംഗുലർ മൊമെന്റം ചേഞ്ച് ആവും. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. അപ്പൊ ആംഗുലർ മൊമെന്റത്തിന് ചേഞ്ച് വന്നു. അപ്പൊ ആംഗുലർ മൊമെന്റത്തിന് ചേഞ്ച് ആവും നമുക്ക് എങ്ങനെ എഴുതാം, dl ബൈ ഡി ടി. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. ടൈമിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും, ആംഗുലർ മൊമെന്റം ചേഞ്ച് ചെയ്യും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈക്വൽ ടു, ഈ റിലേഷൻ നമ്മൾ പഠിച്ചതാ, ഇത് ഡിറൈവ് ചെയ്യാനും പഠിച്ചതായിരുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലർ മൊമെന്റം ആൻഡ് ടോർക്ക്, dl ബൈ ഡി ടി ഈക്വൽ ടു ടോ. ഓക്കെ, ഇനി നമുക്ക് എല്ലിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എൽ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലർ മൊമെന്റം. അപ്പൊ ആംഗുലർ മൊമെന്റം ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി ഇപ്പൊ കണ്ടുപിടിച്ചത്. ആംഗുലർ മൊമെന്റം ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി എന്താ, ഐ ഒമേഗ. അപ്പൊ സാധാരണ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ, സാധാരണ ഒരു ബോഡിയുടെ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് L is equal to RP. റൊട്ടേറ്റിംഗ് ബോഡിയുടെ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് L is equal to ഐ ഒമേഗ. ഇവിടെ നമ്മുടെ കണ്ടീഷനിൽ ടോർക്ക് ആക്ടിംഗ് ഓൺ റിജിഡ് ബോഡി, ദാറ്റ് ഇസ് റൊട്ടേറ്റിംഗ് ആ റിജിഡ് ബോഡി എന്നാണ് ഞാൻ ഫസ്റ്റ് തൊട്ട് കണ്ടീഷൻ പറഞ്ഞു വന്നത്. അപ്പൊ എങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് എല്ലിന് പകരം നമുക്ക് എന്തെഴുതാം, ഐ ഒമേഗ, ദാറ്റ്സ് ഈക്വൽ ടു ടോ. ഐ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഡി ഒമേഗ ബൈ ഡി ടി ഈക്വൽ ടു ടോ. Rate of change of angular velocity, angular acceleration, tau equal to I alpha. വേഗം എഴുതിക്കോ, വേണമെന്നില്ല, ജസ്റ്റ് ഇത് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാനാ ഹിന്ദു അല്ലേ, നീ വെക്കണ്ട. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം പ്രൊഡ്യൂസ് ടോർക്ക് എന്ന് എഴുതണേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം പ്രൊഡ്യൂസ് ടോർക്ക്. Rate of change of angular momentum is equal to torque.
ഇനി ഒരെണ്ണം കൂടെ എഴുതിക്കോ. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. വിടില്ലാട്ടെ, ശ്രദ്ധിക്കേ, വിടില്ല. ഇവിടെ ഇരുത്തി ഞാൻ പിടിച്ച്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. കൺസർവേഷൻ എന്ന് പറയുമ്പോ എന്താ മീൻ ചെയ്യാ? ആ, കോൺസ്റ്റന്റ് ആയിരിക്കും. ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോഴായിരിക്കും ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആവുക? ആലോചിച്ചോ. ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഞാൻ കണക്ട് ചെയ്ത് തരാം, പറഞ്ഞോ. കറക്റ്റാ, പറഞ്ഞോ. അതായത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെന്റം എപ്പോഴാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ കൺസർവ് ആകുക. അപ്പൊ ആലോചിച്ച് നോക്കാം. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഇപ്പൊ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഒരു റിലേഷൻ പഠിച്ചായിരുന്നു. എന്താ പഠിച്ചേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈക്വൽ ടു ടോർക്ക് അല്ലെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം dl/dt ഈക്വൽ ടു ടോർക്ക് എന്ന് നമ്മൾ പഠിച്ചു. ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി 0 ആണെന്ന് വിചാരിക്കുക. എക്സ്റ്റേണൽ ടോർക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് വരും? ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി ടോ ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് dl/dt ഈക്വൽ ടു 0. അപ്പൊ എപ്പോഴാണ് എന്തിന്റെ കോൺസ്റ്റന്റ്? എന്താണ് 0 ആയിട്ട് വരിക? ഡെറിവേറ്റീവ് ഓഫ് വാട്ട്? അത് എന്തിന്റെ കോൺസ്റ്റന്റ് ആയിട്ടാ വരിക? ആംഗുലർ മൊമെന്റം. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് സംതിങ് ഈസ് 0 എന്നും പറഞ്ഞാ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തിന്റെയാണ് എപ്പോഴും വാല്യൂ 0 ആയിട്ട് വരിക? കോൺസ്റ്റന്റിന്റെ. ഇവിടെ തന്നിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ്, അതായത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും തന്നിരിക്കുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പൊ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? കോൺസ്റ്റന്റ് ആണ്. എല്ലിന്റെ വാല്യൂ എത്തിയ ആംഗുലർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഇക്വേഷൻ എന്താ? എൽ ഇസ് ഈക്വൽ ടു IW ആണോ? I ഒമേഗ. അപ്പൊ ഇഫ് ദ എക്സ്റ്റേണൽ, അപ്പൊ എന്താ പറയാ? ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് 0, ആംഗുലർ മൊമെന്റം എന്തായിട്ട് വരും? കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയാം. ഒബ്റ്റെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. പിന്നെ ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലർ മൊമെന്റം ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. പിന്നെ ഒബ്റ്റെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലർ മൊമെന്റം ആൻഡ് ടോർക്ക്. ഇതിപ്പോ പഠിച്ചത് ഈ റിലേഷൻ. ഇതൊക്കെ നോട്ടിൽ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അതേതാന്ന് മനസ്സിലായ? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഒന്ന് എഴുതിക്കേ. ഇത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ്. ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുത്. കൺസർവേഷൻ മറ്റേത് വരാൻ ചാൻസ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കൺസർവേഷൻ ചോദിക്കാറുണ്ട്. അത് ലോയാ, അതുകൊണ്ട് കൺസർവേഷൻ ലോ ചോദിക്കാറുണ്ട്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. എടാ ഇതങ്ങനെ പറയണം എന്നില്ല. ഇത് പറയാതെ തന്നെ ഈ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗിൾ. ഇതും പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചിട്ടില്ലേ? ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട, അത് പറയാൻ കഴിഞ്ഞിട്ട് ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇത് സ്ട്രെസ് ചെയ്ത് പറയണം എന്നില്ല, കൺസർവേഷൻ പറയണം എന്നില്ല. അത് നമ്മൾ ലോജിക്കലി ചിന്തിക്കുക. ടോർക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇതെന്താവും? കോൺസ്റ്റന്റ് ആവും. അപ്പൊ എഴുതിക്കോ. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, according to the law of conservation of angular momentum, according to the law of conservation of angular momentum, if no external torque act on the rigid body, if no external torque act on the rigid body, if no external torque act on the rigid body, ഇപ്പൊ എന്താ സംഭവിക്കുക? ടോർക്ക് ആക്ട് ചെയ്തില്ലെങ്കിൽ എന്താവും? L കോൺസ്റ്റന്റ് ആവും. ടോട്ടൽ ആംഗുലർ മൊമെന്റം ഓഫ് ദ ബോഡി is conserved. Total angular momentum of the body is conserved. According to this law,
അതങ്ങനെ RHS സീറോ. അപ്പൊ എന്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണോ സീറോ കിട്ടുക, അതപ്പോ കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ആയിരിക്കും സീറോ ആയിട്ട് വരാം. അതായത് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എപ്പോഴും സീറോ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴാണെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും സീറോ ആയിരിക്കും. പക്ഷെ ഇന്റഗ്രേഷനിൽ അങ്ങനെ ആവത്തില്ല. ഇന്റഗ്രേഷനിൽ വാല്യൂ വരും. അത് ഇത് മാത്രം ഒന്ന് ആലോചിച്ചാൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മാത്രമാണ് അത് സീറോ ആയി പോകുന്നത്. എന്തോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുമ്പോഴല്ലേ വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുമ്പോൾ അവിടെ ആക്സലറേഷൻ വരുമോ? അതും അങ്ങനെയും കൂടി നീ ചിന്തിക്കും. നീ പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ. ഇനി ലോജിക്കലി ചിന്തിച്ച് വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സലറേഷൻ ഉണ്ടാവുമോ? എപ്പോഴാ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നതല്ലേ ആക്സലറേഷൻ എന്ന് പറയാം. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ആക്സലറേഷൻ ഇല്ല. അത് തന്നെയാണ് നമ്മൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുമ്പോഴും പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന കാര്യം അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. വേഗം എഴുത്. സൗണ്ട് ഉണ്ടാക്കല്ലേ. ഓഫാക്കിക്കോ.